തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിയായ ദർശൻ ആത്മഹത്യ ചെയ്ത നിലയിൽ പരീക്ഷയെ ചൊല്ലിയുള്ള ആശങ്കയാണ് കുട്ടിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ദർശൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചിട്ടുള്ളത്. 10ലും +1ലുമെല്ലാം A+ഓടുകൂടി വിജയം വരിച്ച കുട്ടി +2വിൽ വിജയിക്കുമോ എന്ന ആശങ്ക മൂലം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയുടെ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം. മിടുമിടുക്കനായി പഠിക്കുന്ന ദർശൻ ഇന്നലെ രാത്രിയും പഠിക്കുകയാണെന്നാണ് വീട്ടുകാർ വിചാരിച്ചത്. നേരം വെളുത്ത് മാതാപിതാക്കൾ റൂമിലേക്ക് പോയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ +2 വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെ ആത്മഹത്യാക്കുറിപ്പും ഉണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും ഒരിക്കലും കുറ്റം പറയരുത്. അവർ എന്നെ ഒന്നിനു വേണ്ടിയും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു. പക്ഷേ എൻ്റെ തലയിലൊന്നും നിൽക്കുന്നില്ല. ഞാനൊരു കഠിന ഹൃദയനല്ലാത്തതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകുന്നു എന്നിങ്ങനെയാണ് ദർശൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10ാം ക്ലാസ്സിലും +1ലുമെല്ലാം A+ഓടുകൂടി വിജയം കൈവരിച്ച ദർശൻ +2വിലേക്ക് എത്തുമ്പോൾ തനിക്ക് പഠിച്ചതെല്ലാം തലയിൽ നിന്ന് ചോർന്നു പോകുന്നത് പോലെ തോന്നി. പരീക്ഷയിൽ താൻ വിജയിക്കുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയുമെല്ലാം ഈ കുട്ടിയെ നിരന്തരം വേട്ടയാടി തുടങ്ങി. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ താൻ തീരെ കഠിന ഹൃദയനല്ലാത്തത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്നാണ് ദർശൻ അവസാനമായി എഴുതി വച്ചത്. തൻ്റെ അച്ഛനും അമ്മയും തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല എന്നും അവരെ കുറ്റം പറയരുത് എന്നും ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യണം കുട്ടികൾ? ഒരു പ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മികച്ച രീതിയിൽ പഠനം നടത്തി വീണ്ടും പരീക്ഷ എഴുതണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ എത്താത്തതെന്താണ്? അതല്ല, പരീക്ഷയിൽ തോറ്റു എന്നത് ഒരു അപമാനമായി എന്തിന് കണക്കാക്കണം? കൂടുതലും കുട്ടികൾക്ക് വലിയ പേടിയും ഭയവും ഉണ്ടാകുന്നത് തങ്ങളുടെ രക്ഷിതാക്കളുടെ കാര്യം ആലോചിച്ചായിരിക്കും. തങ്ങൾ വിജയിച്ചില്ല എന്നറിയുമ്പോൾ അവരുടെ ഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആശങ്കയും ഇവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. നാടിനും വീടിനും പ്രിയപ്പെട്ടവനായിരുന്നു ദർശൻ. ദർശനെ അറിയുന്ന നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളെല്ലാം പറയുന്നത് ദർശൻ എന്ന 17 വയസ്സുകാരന് ഇത്തരത്തിലുള്ള മാനസിക പ്രയാസവും ആശങ്കയും ഉള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. നാട്ടുകാരും വീട്ടുകാരും ദർശനെ കൂടുതൽ അടുത്തറിയുന്നവരും ഈ കാര്യം കേട്ട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം ഒരു ഭാവത്തിൽ പോലും ഇവനൊരു വിഷമമുള്ളതായി ആർക്കും തന്നെ ഒരു സൂചനയും ഈ കുട്ടി നൽകിയില്ല എന്നാണ് സർവരും പറയുന്നത്.